ജന്മാദ്യസ്ഥേതൊന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യച്ഛൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. കലിയും പരീക്ഷിത്തും കൂടിയുള്ള സംഭാഷണത്തിൽ കലിയെ വധിക്കാൻ തീരുമാനിച്ച പരീക്ഷിത്ത് കലിയുടെ അപേക്ഷ പ്രകാരം ശരണാഗതി പ്രാപിച്ചതിനെ തുടർന്ന് അവൻ്റെ വധത്തെ ഉപേക്ഷിക്കുന്നു. തൻ്റെ സാമ്രാജ്യം വിട്ടുപോകണം എന്ന് കലിയെ നിർബന്ധിക്കുന്നു. അങ്ങനെയായാൽ ഞാൻ എവിടെ വസിക്കും? ഭൂമി മുഴുവൻ അങ്ങയുടെ സാമ്രാജ്യമല്ലേ. ഭൂമി അല്ലാത്തടത്ത് വസിക്കാൻ പറ്റില്ല. കലിക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. ഇനി കലിക്ക് തൻ്റെ ധർമ്മം നടപ്പാക്കണം. ചീത്ത നയങ്ങൾ, കലിയുടെ ധർമ്മം എന്താ? ദുർനയങ്ങൾ നടപ്പാക്കുക, ധർമ്മം ഇല്ലാണ്ടേക്കുക. അത് വേണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഒതുങ്ങിയിരുന്നൂടെ? അത് പറ്റില്ലല്ലോ. കാരണം ഭഗവാൻ തനിക്ക് കൊടുത്ത ധർമ്മമാണ് കലിയിൽ ധർമ്മം ഇല്ലാണ്ടേക്കൽ. അപ്പം കലി ചെയ്യണത് ധർമ്മമാണ്. ധർമ്മം ഇല്ലാണ്ടേക്കലൊരു ധർമ്മമാണ്. വല്ലാത്ത ഏർപ്പാടാണ് അല്ലേ? ധർമ്മം ഇല്ലാണ്ടേക്കലൊരു ധർമ്മമാണ് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞിട്ടാണ്, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് കലി അങ്ങനെ ചെയ്യുന്നത്. തന്മേ 37-ാമത്തെ ശ്ലോകം. തന്മേ ധർമ്മപ്രധാന ശ്രേഷ്ഠ സ്ഥാനം നിർദ്ദേശിട്ടുമർഹസി. അങ്ങയുടെ സാമ്രാജ്യത്തിൽ എനിക്ക് കൂടിയേ പറ്റൂ. കാരണം ഭൂമി മുഴുവൻ അങ്ങ് വ്യാപിച്ചിരിക്കുന്നു സാമ്രാജ്യം. അവിടെ ചില പ്രത്യേക സ്ഥാനത്ത് ഞാൻ ഒതുങ്ങി കൂടിക്കൊള്ളാം. അതെനിക്ക് പറഞ്ഞു തരണം. എവിടെയാണ് വേണ്ടത്? എത്രൈവ നിയതോ വത്സ്യ ആദിഷ്ടത്തെ അനുശാസനം. അങ്ങയുടെ ആ ആജ്ഞ അനുസരിച്ചു കൊണ്ട് ഞാൻ അവിടെ കൂടിക്കൊള്ളാം. സൂതവാച അഭ്യർത്ഥിതത്തഥാ തശ്ചൈതാനാനി കലയേ ദദൗ ദൂതം പാനം ത്രിയസൂന എത്ര അധർമ്മചതുർവിധ. അവിടെ എത്ര അധർമ്മ, ധർമ്മയില്ല. 4 പ്രകാരത്തിലുള്ള അധർമ്മസ്ഥാനങ്ങൾ കലിക്ക് കൊടുത്തു. നീ അവിടെ കൂടിക്കോ. കൂടണം നിർബന്ധാച്ചാൽ നീ 4 ദിക്കിൽ കൂടുക. അഭ്യർത്ഥിത തഥാ തസ്മൈ. അഭ്യർത്ഥിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനാനി കലയെ ദദോ. കലയെ സ്ഥാനാനി ദദോ. കലിക്ക് സ്ഥാനത്തെ കൊടുത്തു. കലയെ എന്ന് പറഞ്ഞാൽ കലി എന്നാണ് കേട്ടോ. കലി സംസ്കൃതത്തിൽ കലയെ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. കലിയാണ്, കല എന്നല്ല കലി. പറയുമ്പോൾ കലയെന്നായതാണ് ആ വിഭക്തി പ്രകാരം. കലയെ ദദൗ കൊടുത്തു. 4 സ്ഥാനമാണ് കൊടുത്തത്. ഏതൊക്കെയാ? ദ്യൂതം പാനം ത്രിയ സൂന. എത്ര, അവിടെ ദീർഘണ്ട. എത്ര അധർമ്മ, എത്ര ധർമ്മ എന്നല്ല, എത്രാധർമ്മ, എത്ര അധർമ്മ ചതുർവിധ. 4 പ്രകാരത്തിലുള്ള അധർമ്മം എവിടെയുണ്ടോ അവിടെ നിനക്കിരിക്കാം. ഏതൊക്കെ? ദ്യൂതം. ഊതം എന്ന് പറയുമ്പോൾ ചൂതുകളി, ഷീട്ട് കളി, ക്രിക്കറ്റ് കളി. ഇത് പറയുമ്പോൾ ചിലർ നെറ്റി ചുളിക്കും. ക്രിക്കറ്റ് കളി ഇപ്പം എന്തിനാ അതിൽ പെടുത്തണം? പെടുത്തണം. ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി മാത്രമല്ല, അങ്ങനത്തെയൊക്കെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്രിക്കറ്റ് കളി അതിൽ പെടുത്താൻ കാരണം ഒരുപാട് സമയം വരുന്നതാണ്. മാച്ചൊക്കെ തുടങ്ങിയ ദിവസം, 2 ദിവസം, 3 ദിവസം, 5 ദിവസം വരെ. അപ്പോൾ അത്രയും നേരം നമ്മുടെ മനസ്സ് ഈശ്വരനിൽ നിന്ന് അകലുകയാണ്. ഈശ്വരനിൽ നിന്ന് അകലുന്ന കൊണ്ട് തെറ്റുണ്ട്. അകലാണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ ഒരു കാര്യവും ഇല്ലാണ്ടേണത്. അതാണ് നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി ജോലി ചെയ്യണു, അകലാം, കുഴപ്പമില്ല. കൃഷി ചെയ്യണു, അകലാം, ഈശ്വരനെ മറന്നോട്ടെ കുറച്ച് നേരം, ഒന്നും കുഴപ്പമില്ല. ഇതല്ല, ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല അല്ലേ. എണ്ണ അറിഞ്ഞാൽ ക്രിക്കറ്റ് കളി പഠിക്കുന്ന ചിലർ പറയുക, അറിയില്ല കേട്ടോ. എത്ര റൺസ് എടുത്തു അത് എണ്ണ തന്നെ പണി. 300 റൺസ്, 400 റൺസ്. ഇത് വേറെന്താ ബുദ്ധി പ്രയോഗിക്കാനില്ല ഒന്നേ. ഒരു നിലയ്ക്കും ബുദ്ധി പ്രയോഗിക്കാനില്ലാത്ത ഒരു വ്യാപാരത്തിൽ ആ ചതുരംഗാങ്കിൽ കുറച്ച് ബുദ്ധി പ്രയോഗിക്കണം കേട്ടോ. വെറുതെ കളിക്കാൻ പറ്റില്ല. ഇതതുമില്ല. അത്ര കടയിൽ നിന്ന് അടിക്കുക, 3 കുറ്റി നാട്ടുക. പിന്നെ എന്താ അതിൻ്റെ അപകടം? ഇതിൽ രസം വല്ലാതെ കൂടിയാൽ
ചിലപ്പോൾ റോട്ടിൽ കളിക്കുമ്പോൾ അതിന് പോണവരുടെ കണ്ണിലാവും ക്രിക്കറ്റ് ബോൾ കൊള്ളുക. അപകടമല്ലേ? അല്ലെങ്കിൽ അല്ല പറയൂ. നിങ്ങൾ റോട്ടിൽ കളിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളൊക്കെ, നമ്മളൊക്കെ? അപ്പോൾ എപ്പോഴും കണ്ണിൽ കടി കൊണ്ട് വിഷമിച്ചിട്ടുള്ള സംഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം, ഇത് വെറുതെ ഊഹിച്ച് പറയല്ല. അറിയുന്ന ഒരാളുടെ കണ്ണിൽ അടി കൊണ്ട് ഒരു കൊല്ലത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കഷ്ടിച്ചേ നേരെയായുള്ളൂ. ജീവിതം പാഴായോ? അപ്പം നല്ലതാണോ ചീത്തയാണോ എന്നാലോചിച്ചു. മാച്ചിന് അതിൻ്റേതായ എല്ലാവിധ സംരക്ഷണവും കെട്ടും പൂട്ടും കെട്ടിയിട്ടാണ് കളിക്കണം. അത് വിരോധമില്ല എന്ന് കൂട്ടാം, പോട്ടെ. പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ എപ്പോഴും ഇത് കളിക്കുമ്പോൾ ഇതിൽ രസം കൂടി എപ്പോഴും കളിക്കും. എപ്പോഴും ഇത് കെട്ടിപ്പൂട്ടില്ല, ഉറപ്പല്ലേ? കാലിൽ കെട്ടിപ്പൂട്ടണം, കണ്ണിൽ കെട്ടിപ്പൂട്ടണം, അത് വേണ്ടടോ, നമുക്കാണ് കളിക്കുക. ഒരടി തെറ്റിക്കഴിഞ്ഞാലോ ചിലപ്പോൾ എല്ല് പൊട്ടിയെന്ന് വരാം. ബോൾ നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ ക്രിക്കറ്റ് കളി അതിൽ പെടുത്തിയിരുന്ന എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഞാൻ മാത്രം പറഞ്ഞതല്ല കേട്ടോ. ഒരുപാട് നേരം ഒരു ഗുണമില്ലാത്ത കളി, ദേഹത്തിൻ്റെ സ്ഥിതി പോലും അപകടപ്പെടുത്തുന്ന കളിയൊക്കെ ഈ ദ്യൂതത്തിൽ കൊണ്ടുവരാം. അവിടെ കലി ഉണ്ടാവും, വല്ലാണ്ട് അതിൽ രസം കൂടുക എന്ന് പറയുമല്ലോ. അപ്പോൾ ശരീരത്തിൻ്റെ സുരക്ഷിതത്വം അടക്കം മറക്കും, സമയം മറക്കും, കർത്തവ്യങ്ങൾ മറക്കും. രാവോ പകലും ഇല്ലേ? മാച്ചൊക്കെ രാവും പകലും കണ്ടുകൊണ്ടിരിക്കണവരാ. നേരത്തെ എണീക്കാൻ പറ്റുമോ? ഈശ്വര സാധനകൾ അനുഷ്ഠിക്കാൻ പറ്റുമോ? അവനവൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാം. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉത്തമല്ല ചീട്ടുകളി, ദ്യൂതം, ഇതൊന്നും ഉത്തമല്ല. പൈസ വെച്ചിട്ടാവുമ്പോൾ ഒട്ടും അല്ല. ഇങ്ങോട്ട് കിട്ടണ പോലെ പൈസ അങ്ങോട്ടും പോവും. രണ്ടാമത്തേതാണ് പാനം, മദ്യപാനം. പറയേണ്ട ആവശ്യമില്ല. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കേടുവരുത്തുന്ന രണ്ട് കാര്യം ലോകത്തിലുണ്ട്. ഒന്ന് മദ്യപാനം, പിന്നെ ഒന്ന് പ്രമേഹം. പ്രമേഹം ഉണ്ടായാൽ പിന്നെ പ്രത്യേകിച്ച് രോഗമൊന്നും വേണ്ട. ഭക്തി ഉണ്ടായാൽ വേറൊന്നും വേണ്ട പറഞ്ഞ പോലെ. അത് ഹാർട്ടിനെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതി അതുപോലത്തെ ഒന്നാണ് ഈ പാനം. വേണ്ടാത്തത് കഴിച്ച് ശീലിച്ചാൽ അത് കൃത്യമായിട്ട് വേണം, സ്ഥിരമായിട്ട് വേണം, കൂടുതൽ ഡോസ് വേണം. അര ഗ്ലാസ് കഴിച്ചാലുള്ള സുഖം പിന്നെ അര ഗ്ലാസ് കഴിച്ചാൽ കിട്ടില്ല. നമുക്കൊരു 3/4 ഗ്ലാസ് ആക്കേണ്ടി വരും. ശരീരം അതിന് അങ്ങനെയായി തീരുകയാണ്. പിന്നെ 1 ഗ്ലാസ് വേണ്ടിയിട്ട് വെള്ളം കൂട്ടാണ്ടേ ആവാം എന്നാവും. ഇങ്ങനെ അതിൻ്റെ ആ തീവ്രത കൂടി അവനങ്ങോട്ട് നശിക്കുകയാണ്. എത്ര പണം പോണു അല്ലേ? മൂന്നാമതായിട്ട് സ്ത്രീയാ. എന്താണ് ഈ സ്ത്രീകളെ ഇപ്പോൾ അവിടെ പറയാൻ കാരണം? സാധാരണ നിലയ്ക്ക് ഉള്ള സ്ത്രീകളെ കുറ്റം പറഞ്ഞതല്ല, ഇത് തെറ്റിദ്ധരിക്കേണ്ട. ഭാഗവത് ഒരിക്കലും അങ്ങനെ നമ്മുടെ ഒരു ശാസ്ത്രവും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെ നന്നാക്കിയിട്ടേ ഉള്ളൂ. ഇവിടെ വഴിവിട്ട സ്ത്രീ സംഘം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ സ്വഭാവശുദ്ധി ഇല്ലാത്ത സ്ത്രീകൾ, അവരെയും ആവാം. സാധാരണ നല്ല സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടില്ല. സ്ത്രീയാ വഴിവിട്ട സ്ത്രീ സംഘം, സ്വഭാര്യയിലല്ലാതെ കണ്ട് ഉള്ള സ്ത്രീ താല്പര്യം. ഇന്നിപ്പോൾ കേരളത്തിൽ ഒരുപാട് ബന്ധങ്ങൾ 40 വയസ്സിന് ശേഷമാണ് എന്ന് ഏതോ കണക്ക് കാണിക്കുന്നു. അതിനകത്ത് എപ്പോഴാണ് കോളേജിൽ പോണ പോലെയുള്ള പ്രേമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന സങ്കീർണതകളും കുടുംബ പ്രശ്നങ്ങളും പലരും നേരിടുന്നു എന്ന് രഹസ്യ കണക്കെടുപ്പ് കാണിക്കുന്നു. സത്യമാണോ അല്ലയോ നമുക്കറിയില്ല കേട്ടോ, നമ്മൾ ചെയ്യാറില്ല എന്നേ നമുക്കറിയുള്ളൂ. അപ്പോൾ വിവാഹാനന്തരമുള്ള വിവാഹേതര ബന്ധങ്ങൾ, അവിടെ സ്ത്രീയാ പ്രശ്നമല്ലേ? ആത്മഹത്യ, കൊലപാതകം, വരയ്ക്കൊക്കെ എത്തിക്കുന്ന മാനസിക സങ്കീർണതകൾ, അവരുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒക്കെ വരും. അതുകൊണ്ടാണ് അവിടെ കലി ഉണ്ടാവും. വഴിവിട്ട സ്ത്രീ സംഘം എന്ന് പറയാം. യഥാർത്ഥ സ്ത്രീ സംഘം കൊണ്ട് ഒരു കുഴപ്പമില്ല. തൻ്റെ പത്നിയിലുള്ള താല്പര്യം എപ്പോഴും ധർമ്മമായിട്ടേ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ. വേണം നടന്നാൽ മറ്റ് സ്ത്രീകൾ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ 4 സൂന, അറവുശാല. എവിടെയൊക്കെ ജീവികളെ കൊന്നു തിന്നുന്നുണ്ടോ? ചിലർ ചോദിക്കും, മത്സ്യമാംസങ്ങളെ പറ്റിയിട്ടൊക്കെ തെറ്റായിട്ട് പറയണോ? ആഹാരത്തിൽ അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം ആവാം എന്നല്ലേ എവിടെയും പറയണത്? അങ്ങനെയല്ല. എവിടെയൊക്കെ ജീവികൾ കൊല്ലപ്പെടുന്നുണ്ടോ ആ കൊല്ലപ്പെടുന്ന ജീവികളുടെ താപകോപങ്ങൾ, ശാപങ്ങൾ അവിടെ ഉണ്ടാവും ഇല്ലേ? ഒരു പശുവിനെ ആടിനെ വെട്ടുന്നു, അല്ലെങ്കിൽ വേറെ ജീവികളെ വെട്ടുന്നു, കോഴിയെ കൊല്ലുന്നു, സന്തോഷത്തോടു കൂടിയിട്ടാണോ അത് അംഗീകരിക്കുന്നത്?
പലപ്പോഴും അറവുശാലയിലുള്ള ആട് ധാരാളം പ്ലാവിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കി കൊടുക്കും, ധാരാളം തിന്നോട്ടെ വെച്ചിട്ടേ. പക്ഷെ അതിനെന്നെ അറിയാത്രേ ഇതൊക്കെ വൈകുന്നേരം വരെയുള്ളൂ. ആ ജീവിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്ലാവിൻ്റെ ഇല തിന്നാൻ അതിന് മൂടുണ്ടാവുമോ? അന്ന് അവസാനം തിന്നോട്ടെ എന്ന് പറഞ്ഞ് കെട്ടി തൂക്കി കൊടുക്കുകയാണ്. വൈകുന്നേരം എന്താ ചെയ്യുന്നതെന്ന് അതിന് അറിയാമെന്നാണ് പറയണം. അറവുശാലയിൽ നിൽക്കുന്ന ആടിനും പോത്തിനും അറിയാത്രേ. മറ്റ് ജീവികളെ, ആടിനെ ഏറ്റവും വെട്ടുന്ന ശബ്ദം ഇത് കേൾക്കും എന്നാണ്. കേൾക്കുമ്പോൾ അതിനും ഇതാണ് വരുന്നത് എന്ന് അതിനറിയാം. അപ്പോൾ എത്ര ഭയം, എത്ര സങ്കടം അതിനുണ്ടാവും. എല്ലാ ജീവികൾക്കും ദേഹമാണ് വല്ല ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കണം. ആ താപങ്ങളുള്ള ദിക്കിൽ കലി അറവുശാലയിലുണ്ട്. അതുകൊണ്ട് മാംസഭക്ഷണവും ജീവികളെ തിന്നുന്നത് വിലക്കിയിട്ടുണ്ട്. സാത്വികന്മാരും സജ്ജനങ്ങളും കഴിച്ചുകൂടാ. അപ്പോൾ തന്നെ നമ്മൾ ബീഫ് ഫെസ്റ്റ് നടത്തുക, വാശി പിടിച്ചിട്ട്, അല്ലേ? അത് ആലോചിച്ച് നോക്കൂ. എന്താണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം എന്നുള്ളത് അറിയില്ല. എത്ര അധർമ്മ ചതുർവിധ, 4 പ്രകാരത്തിലുള്ള അധർമ്മം ഉണ്ടാവും. അസത്യം പറയത്രേ ദൂതം. ആദ്യത്തേത് സത്യത്തെ ഇല്ലാണ്ടേക്കും, രണ്ടാമത്തേത് അഹങ്കാരം ഉണ്ടാക്കും. മദ്യപാനം കഴിച്ച ആരോടും എന്തും പറയാം. സ്ത്രീയുള്ളടത്ത് ശുദ്ധി ഉണ്ടാവില്ല എന്നാണ്. അത്യാസക്തി. 4ാമത് ക്രോധം ഉണ്ടാവും. ജീവികളെ കൊല്ലുന്നവർക്ക് ദയ ഉണ്ടാവില്ല. ഇതൊക്കെ ധർമ്മത്തിൻ്റെ ഭാഗമാണ്. സത്യം, വിനയം, അമിതമായ സ്ത്രീജനാസക്തി ഇല്ലായ്മ, അതേപോലെ തന്നെ ദയ. ഇതൊക്കെ ഇല്ലാണ്ടേക്കണം 4 കാര്യം പറഞ്ഞു. പുനച്ച യാചമാനായ ജാതരൂപമത പ്രഭു തതോ അനൃതം മദം കാമൻ രജോ വൈരം ച പഞ്ചമം. ഈ 4 സ്ഥാനം കൊടുത്തപ്പോൾ കലിക്ക് 1 സ്ഥാനം കൂടി വേണം എന്നൊരു അപേക്ഷ. എന്തേ 4 പോരെ? ഈ 4 ബാധിക്കാത്ത എത്രയോ ആൾക്കാർ ഭാഗ്യവാന്മാരുണ്ടാവും. വഴിവിട്ട സ്ത്രീസംഘം ഇല്ലാത്തവർ, ജീവികളെ കൊല്ലാത്തവർ, പാനം ചെയ്യാത്തവർ, ചൂത് കളിക്കുക വേണ്ടാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. വേണമെന്ന് വിചാരിച്ചപ്പോൾ ഇതൊന്നും 4 നമുക്കില്ല, ഉണ്ടോ? അപ്പോൾ ഈ 4 പോരാ. ഉപേക്ഷിക്കാൻ വിഷമുള്ള ഒരു കാര്യം, എല്ലാവർക്കും ഉപേക്ഷിക്കാൻ വിഷമുള്ളൊരു കാര്യം കൂടി വേണം. എന്നാലല്ലേ എനിക്ക് ബാധിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കലിബാധ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ധർമ്മം അവിടെ അപൂർണമാവില്ലേ? എന്നാൽ നീ സ്വർണം, അമിതമായ ധനം എവിടെ ഉണ്ടോ അവിടെ കൂടിക്കോ. 5ാമത് ഇനിയൊന്നും തരൂല്ല. അപ്പം സന്തോഷമായി കലിക്ക്. ഈ ധനത്തിലുള്ള ആസക്തി ആർക്കാ ഇല്ലാണ്ടിരിക്കുക? എത്ര നല്ല ആളായിക്കോട്ടെ. ഭാഗവതം വായിക്കണവർക്ക് തന്നെ ഇപ്പം എത്രയാണ് നിങ്ങളുടെ ഫീസ്? ഒരു 3 ലക്ഷം 4 ലക്ഷം, ചിലപ്പോൾ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിട്ടുണ്ട് പോട്ടോ 7 ദിവസം വായിക്കുമ്പോഴേക്കും. അപ്പം അവർക്കുണ്ട് ധനാശ. ലോക്കറ്റ് വിൽക്കുക, വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുക. എന്താ അത് കച്ചവട സ്ഥലമല്ലേ? എന്തൊക്കെ വിറ്റ് കാശ്, അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു നാളും. 10 കിട്ടുകിൽ 100 മതിയെന്നും കപ്പൽ വെപ്പിച്ചിട്ടും എങ്ങനെയൊക്കെ കാശ് എത്ര അർത്ഥം നേടിയാലും മതിയാവാതെ വരുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാവും. അനൃതം, കളവ് പറയേണ്ടി വരും. മതം, അഹങ്കാരം ഉണ്ടാവും. കാശുണ്ടായാൽ എന്തും നേടാം. കാമം, ആഗ്രഹം, രജോ ഗുണം, വൈരം, ശത്രുത. കൊടുത്ത കാശ് തിരിച്ച് മേടിച്ചില്ലെങ്കിൽ എനിക്ക് ഇതും മേടിക്കാറ്, ഇതിലപ്പുറം മേടിക്കാറ്, എന്നെ അവൻ അറിയില്ല, കാണിച്ചു കൊടുക്കാൻ ഞാൻ ശത്രുതയായി ഉണ്ടോ? അപ്പോൾ എല്ലാ തരത്തിലുള്ള ആ അധർമ്മവും ഉള്ള ധനത്തിൻ്റെ മുകളിൽ കൂടാൻ കലിക്ക് അധികാരം കൊടുത്തു. പുനച്ചയാജമാനായ വീണ്ടും യാചിച്ചപ്പോൾ ജാതരൂപം എന്ന് പറഞ്ഞാൽ സ്വർണം. പണ്ട് പണമില്ല കേട്ടോ, കറൻസി ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്നതാണ്. അതിന് മുമ്പ് കറൻസി ഇല്ല, ധനം സ്വർണ്ണേ ഉള്ളൂ. അതാണ് സ്വർണം. ജാതരൂപം അതാപ്രൂ. അധികം സ്വർണ്ണം ഉണ്ടായാൽ അപകടം ഉണ്ടാവും. തതോ അനൃതം, അസത്യം, മതം, അഹങ്കാരം, കാമൻ, രജോ വൈരഞ്ച പഞ്ചമം. അമൂനി പഞ്ചസ്ഥാനാനി. 4 സ്ഥാനമല്ല 5 സ്ഥാനം +1 കൂടി ഉണ്ട് സ്വർണം. അമൂനി പഞ്ചസ്ഥാനാനി സ്ഥാനാനി അധർമ്മ പ്രഭവക്കലി ഔത്തരേണ ദത്താനി നമസത്തന്നി ദേശകൃത്. ഔത്തരേണ പരീക്ഷിത്. ഉത്തരയുടെ ഉത്തരാണ് ഉത്തരേയൻ. ഉത്തരേയൻ പരീക്ഷിത്. ഔത്തരേണ ദത്താനി.
പരീക്ഷത്തിനാൽ നൽകപ്പെട്ടു. എന്ത്? അമൂനി പഞ്ചസ്ഥാനാനി, 5 സ്ഥാനം. ദ്യൂതം പാനം ത്രിയ സൂന പ്ലസ് സ്വർണം. അമൂനി പഞ്ചസ്ഥാനാനി അധർമ്മപ്രഭവക്കലി, അധർമ്മത്തിൽ നിപുണനായ കലി 5 സ്ഥാനം ചോദിച്ചു വാങ്ങി. ഔത്തരേണ ദത്താനി, ഔത്തരേൻ പരീക്ഷിത്ത്, ഉത്തരയുടെ പുത്രൻ, ഉത്തരാപുത്രനായിരിക്കുന്ന പരീക്ഷത്തിനാൽ നവസത്തന്നിദേശകൃ, ആ രാജാവിൻ്റെ ആജ്ഞയെ പാലിച്ചുകൊണ്ട് ഈ 5 സ്ഥാനത്ത് വസിച്ചു. അതുകൊണ്ട് എന്തു വേണം? അഥേതാനി ന സേവേതാ ബുഭൂഷു പുരുഷക്വചിൽ, ശ്രേയസ് ആഗ്രഹിക്കുന്ന പുരുഷൻ ഈ 5 എണ്ണത്തിനെ ആഗ്രഹിക്കരുത്. ന സേവേത ബുഭൂഷു, ശ്രേയസ് ആഗ്രഹിക്കുന്നവൻ പാടില്ല. ന സേവേത, അമിതമായ വഴിവിട്ട സ്ത്രീസംഘം, അമിതമായി ധനാശ ഉണ്ടാവുക, ചൂതുകളി മുതലായിട്ട് തൽപരനാവുക, നുണ പറയുക, മദ്യം സേവിക്കുക, ഇതിലൊന്നും താനുണ്ടാവരുത്. വിശേഷതോ ധർമ്മശീലോ രാജാലോകപതിർ ഗുരു, ആർക്കും ഇതിൽ താല്പര്യം ഉണ്ടായിക്കൂടാ, വിശേഷിച്ച് രാജാവിന്, ഭരണാധികാരികൾക്ക്. വിശേഷതോ ധർമ്മശീലോ രാജ, ധർമ്മം ശീലിക്കുന്ന രാജാവിന് ഒട്ടും പാടില്ല. ആരാണ് രാജാവ്? ലോകപതിർ ഗുരു, ലോകത്തിൻ്റെ അധീശനും ഗുരുവുമാണ്. അങ്ങനത്തെ രാജാവ് മാതൃക കാണിക്കണം. അപ്പോൾ അവരാണ് ഏറെ. മദ്യനിരോധനം ഒരു ഭാഗത്ത് പറയും, മറുഭാഗത്ത് ഷോപ്പുകൾ തുറക്കുകയും ചെയ്യും അല്ലേ? അതാദ്യം അടക്കിയല്ലേ വേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ മദ്യനിരോധനം സാധ്യവും? നേരെ വിരോധാഭാസ. മദ്യത്തിനെ കുറ്റം പറയും, മദ്യം ധാരാളം വിൽക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. കാരണം അതുകൊണ്ടാണ് അത്രയും വരുമാനം ഉണ്ടാവുന്നത്. നല്ല ഏർപ്പാടല്ലേ? എവിടെയോ ഇത് പറഞ്ഞത് തന്നെ പറ്റായി. നിങ്ങൾ എന്തിനാ ഈ വേണ്ടാത്തൊക്കെ പറയണത്? ഗവൺമെൻറ് നയത്തിനെ എന്തിനാ വിമർശിക്കണം? ചോദിച്ചു എന്നോട്. ഞാൻ ഗവൺമെൻറ് നയത്തിനെ ഒന്നും വിശേഷിച്ചിട്ടില്ല, വിമർശിച്ചിട്ടില്ല. രാഘവത്തിൽ പറഞ്ഞത് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്തു. വിശേഷതോ ധർമ്മശീലോ രാജാലോകപതി ഗുരു, 17-ാം അധ്യായത്തിൽ 41-ാം ശ്ലോകത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. പിന്നെ എങ്ങനെ പറഞ്ഞതാ? ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഇളക്കത്ത് പറഞ്ഞത് തെറ്റായി എന്ന് തോന്നി. ഞാൻ അതിലുള്ളതേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയൊന്നും ഞാൻ വിമർശിച്ചിട്ടില്ല. രാജ ലോകപതിർ ഗുരു, ഭരണാധികാരികൾ ഒട്ടും തന്നെ ഈ വക കാര്യങ്ങളിൽ ആസക്തരാവരുത്. ആസക്തരായാൽ അത് പ്രലോഭിപ്പിച്ചുകൊണ്ട് അയാളെ ദുരുപയോഗം ചെയ്യും. ധർമ്മത്തിൽ നിന്നും സത്യത്തിൽ നിഷ്ഠയായിട്ട് അവർ നിഷ്ഠ തെറ്റി നടക്കും. കൈക്കൂലി വാങ്ങിയിട്ടും മദ്യത്തിന് വേണ്ടിയിട്ടും മദിരാക്ഷിക്ക് വേണ്ടിയിട്ടും അവർ ധർമ്മത്തിൽ നിന്ന് തെറ്റുന്നു. അതുകൊണ്ടാണ് രാജാവ് ഒട്ടും പാടില്ല എന്ന് പറഞ്ഞത്. പിഷത്തെ നട്ടാൻ ത്രീൻപാദാൻ തപശ്ചവജന്തയാം ഇതി പ്രതിസന്ധത ആശ്വാസ്യമഹീഞ്ചസ്തമവർദ്ധയൽ. ആ വൃഷസ്യ കാളയുടെ നഷ്ടങ്ങളായ തപസ്, ശൗചം, ദയ എന്നീ 3 കാലുകളെ, ഒന്ന് തപസ്സാണോ, ഒന്ന് ശൗചാണോ, ഒന്ന് ദയാണ്, അതിനെ അവിടെ ചേർത്ത് വെച്ചു. സന്തതേ, 3 കാലം അവിടെ ചേർത്ത് വെച്ചു. ഇതൊക്കെ രാജാവിന് കഴിയും. ഇതൊക്കെ പ്രതീകാത്മകമാണ് ആ കഥ. മുറിച്ച കാലം എങ്ങനെയാ സർജറി കൂടാതെ യോജിപ്പിക്കുക? അത് ചോദിക്കാം ചിലർ. അതാണ് നേരത്തെ തന്നെ പറഞ്ഞത്, കാള ഒരു പ്രതീകമാണ്. ധർമ്മത്തിൻ്റെ 3 ഭാഗം ഇല്ലാതാക്കി എന്നാണ് അർത്ഥം. ആ 3 ഭാഗം സ്ഥാപിച്ചു. അങ്ങനെ കൂടെ കലി നശിപ്പിച്ച ധർമ്മത്തിൻ്റെ 3 ഭാഗങ്ങളെ പരീക്ഷിച്ച് സ്ഥാപിച്ചു. മൃഗവും കാലൊക്കെ വിടൂ എന്നെടുത്താൽ മതി. ചിലപ്പോൾ അങ്ങനെ എടുക്കേണ്ടി വരും കഥയിൽ. അതാണ് വൃഷസ്യ നട്ടാൻ. വൃഷം എന്ന് പറഞ്ഞാൽ അവിടെ ധർമ്മം എന്ന് ഓർത്തേണ്ട. ധർമ്മത്തിൻ്റെ 3 പാദങ്ങളെ സ്ഥാപിച്ചു. പ്രശ്നം തീർന്നല്ലോ. വൃഷസ്യ നഷ്ടാൻ 3 പാദാൻ തപശൗചം ദയാമിതി. തപസ്, ശൗചം, ദയ എന്നീ നഷ്ടപ്പെട്ട 3 പാദങ്ങളെ പരീക്ഷിച്ച് സ്ഥാപിച്ചു. തൻ്റെ സാമ്രാജ്യത്തിൽ ഇത് 3ഉം നിലനിർത്തി. അതെടുത്താൽ മതി. പ്രതിസന്ധത ആശ്വാസമഹീഞ്ച സമവർദ്ധൻ. അങ്ങനെ ഭൂമിക്ക് സന്തോഷമായി. 3 പാദങ്ങൾ അവിടെ ഉണ്ടായല്ലോ, ദുഷ്ടത്തരം കുറഞ്ഞല്ലോ.
ഭൂമിയെ സന്തോഷിപ്പിച്ചു. സ ഏഷ ഏതർക്കദ്യാർത്ഥ ആസനം പാർത്ഥിവോചിതം പിതാമകേനോപന്യർത്തന്നാജ്ഞാനിന്യം വിവക്ഷയാ. ഏതർഹി ഇപ്പോൾ സ ഏഷ പരീക്ഷത്ത് രാജാവ് അരണ്യം വനത്തെ, അരണ്യം എന്ന് പറഞ്ഞാൽ വനത്തെ, വിവിക്ഷത പ്രവേശിക്കാൻ ആഗ്രഹിച്ച പിതാമഹേന മുത്തച്ഛനായ രാജാവിനാൽ സമർപ്പിക്കപ്പെട്ടതായ ഉപന്യസ്തം പാർത്ഥിവോചിതം രാജാവിനുചിതമായ ആസനത്തെ അധിവസിക്കുന്നു. ഇത്രത്തോളം മഹാത്മ്യമുള്ളതായിട്ടുള്ള പരീക്ഷിത്ത് ധർമ്മപുത്ര രാജാവ് കാട്ടിലേക്ക് പോകാൻ ആരംഭിച്ച സമയത്ത് ധർമ്മപുത്ര പോകാൻ ആഗ്രഹിച്ചല്ലോ, എന്നിട്ടാണ് പരീക്ഷത്തിനെ രാജാവാക്കിയത്. കൊടുത്തതും രാജാക്കന്മാർക്ക് ഇരിപ്പാൻ യോഗ്യവും ആയ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഏതൊരു രാജ്യത്തെ ധർമ്മപുത്രരാണ് പോയത്, ആ രാജ്യത്ത് ധർമ്മപുത്രർ പോയ രാജ്യത്ത് മുത്തശ്ശൻ പോയതായിട്ടുള്ള സ്ഥാനത്ത് അർജുനനാണ് കേട്ടോ മുത്തശ്ശൻ. അർജുനൻ്റെ ജ്യേഷ്ഠനാണ് ധർമ്മപുത്രർ. ധർമ്മപുത്രർ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അർജുനൻ്റെ മകൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത്ത്. മുത്തശ്ശൻ നമ്മുടെ അർജുനൻ പാണ്ഡവരെ പൊതുവെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ ഇരിക്കുന്നു. സ ഏഷ ഏതർഹത്യാർത്ഥാസനം പാർത്ഥിവോചിതം രാജോചിതമായ ആസനത്തിൽ പരീക്ഷിത്ത് ഇപ്പോൾ ഇരിക്കുന്നു. പിതാമകേനോപന്യർത്തൻ രാജ്ഞാരണ്യം വിവക്ഷത അർജുനൻ മുതലായിട്ടവർ കാട്ടിലേക്ക് പോയ സമയത്തിങ്കൽ എന്നർത്ഥം. ആർത്തേതുനാഥരാജക്ഷിക്കൗരവേന്ദ്രയോല്ലതൻ ഗജാക്വയമകാഭാഗ ചക്രവർത്തി മൃഗച്ചവാ. കൗരവേന്ദ്രശ്രീയ കൗരവേന്ദ്രന്മാരുടെ ശ്രീ കൊണ്ട് ഉല്ലസൻ ഉല്ലസിക്കുന്ന രാജർഷി ശ്രേഷ്ഠൻ പരീക്ഷിത്ത് മൃഗച്ചവാം അധികരിച്ച കീർത്തിയോടുകൂടിയവനും മഹാഭാഗ്യവാനും ചക്രവർത്തിയുമായിട്ട് ഇപ്പോൾ ഗജാഹ്വേ ഹസ്തിനാപുരത്തിൽ, ഹസ്തി എന്ന് പറഞ്ഞാൽ ആനയാണ്, ഗജം എന്ന് പറഞ്ഞാൽ ആന, ഗജാഹ്വേ ഹസ്തിനാപുരത്തിൽ വസിക്കുന്നു. ഇപ്പോൾ രാജാവ് ഭരിക്കണമെന്ന് ചുരുക്കം. ആസ്തേ ഇരിക്കുന്നു, ആസ്തേ എന്ന് ക്രിയ ഇരിക്കുന്നു. ആസ്തേ അധുനാ സ രാജർഷി, സ രാജർഷി അധുനാ ആസ്തേ. എവിടെയാ? ഗജാഹ്വേ ഹസ്തിനാപുരത്തിൽ. ഏത് ഹസ്തിനാപുരത്തിൽ? കൗരവേന്ദ്ര ശ്രീവല്ലഭൻ പാണ്ഡവന്മാരാലും മറ്റും ശ്രീ ആർജിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്നു. ഗജാഹ്വേ ഹസ്തിനാപുരിയിൽ വസിക്കുന്നു. മഹാഭാഗ ചക്രവർത്തി മഹാഭാഗ്യവാനും ആണ് ഈ പരീക്ഷിത്ത്. ഇത്തം ഭൂതാനുഭാവോയം അഭിമന്യു സുതോ നൃപ യസ്യ പാലയത ക്ഷോണി യൂയം സത്രായ ദീക്ഷിത. ആ ഭൂമിയിലാണ് ഇപ്പോൾ ഞങ്ങൾ സത്രത്തെ അനുഷ്ഠിക്കുന്നത് എന്ന് ശൗനകാദികൾ പറഞ്ഞു. അഭിമന്യു സുത അഭിമന്യുവിൻ്റെ പുത്രനായ അയം നൃപ ഈ രാജാവ് പരീക്ഷിത്ത് ഇപ്രകാരമുള്ള ഇത്തം ഭൂതാനുഭാവ ഭൂതാനുകമ്പനാണ്, എല്ലാവരോടും അനുകമ്പുള്ളവനാണ് എന്നർത്ഥം. നല്ല രാജാവാണ്. യസ്യ ക്ഷോണിയും പാലയത ഏതൊരുവൻ ഈ ഭൂമിയെ പാലിക്കുമ്പോൾ നിങ്ങൾ സത്രം ദീക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾക്കതിന് സാധിക്കും. ആ രാജാവ് ഭരിക്കൊണ്ടാണ് ഈ സത്രം പോലെയുള്ള സൽക്കർമ്മങ്ങൾ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പരീക്ഷത്തിനോട് നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുന്നു. തൻ്റെ അധികാരമുള്ള പോരാ, ധർമ്മവും സമ്മതിക്കില്ല. സജ്ജനങ്ങൾക്കൊക്കെ രക്ഷയുണ്ട്, അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യാം. അങ്ങനെ ഈ രാജ്യത്തെ നന്നായി പരിപാലിക്കുന്ന പരീക്ഷത്തിനോട് നമുക്കൊക്കെ കടപ്പാടുണ്ട് എന്ന് സൂതൻ ശൗനകാദികളെ ഓർമ്മിപ്പിക്കുകയാണ്, കടപ്പാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ പാരായണം നമുക്ക് കഴിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത സപ്തദശോധ്യായ. ശ്രുത ഉവാച തത്ര ഗോമിഥുനം രാജാ ഹന്യമാനമനാഥവൽ ദണ്ഡകത്തഞ്ച വൃളം ദദിശേ നൃബലാഞ്ചനം വൃഷം മൃണാളതവളം മേഘന്തം ഇവ ബിപ്യതം വേപമാനം പദേകേന സീദന്തം ശൂദ്രതാടിതം ഗാഞ്ചധർമ്മതുകാം ദീനാം വൃശം ശൂദ്രപദാഗതാം വിവസാശ്രുവദനാം ക്ഷാമാം യവസമിച്ഛതീം പപ്രച്ഛരതമാരൂഢാകാർത്തസ്വരപരീച്ഛതാം ഏകഗംഭീരയാ വാചാ സമാരോപിതകാർമുകാം കത്വം മച്ചരണേ ലോകേ ബലാധംസ്യ ബലാൻ ബലി. ബലാത് ഹകാരണ്ട് അത് പോയതാണ് സന്ധി വന്നപ്പോൾ. ബലാത് ഹംസ്യ ബലാൻ ബലി.
നരദേവോസി വേഷേണ നടവൽക്കർമ്മണ അദ്വിജ എന്നാണ് കേട്ടോ. ദ്വിജനല്ലാത്തവർ. ആരാ ലോകത്തിൽ ദ്രോഹവും തെറ്റും ചെയ്യുക? ദ്വിജന്മാർ ചെയ്യില്ലല്ലോ. അദ്വിജ കർമ്മണ, അവിടെ അതാണ് ദീർഘം. കർമ്മണ അദ്വിജ, അദ്വിജന്മാര ഇവിടെ വിഷമമുണ്ടാക്കി അതാരാണെന്ന് ചോദിക്കുകയാണ് വരിട്ട്. അദ്വിജ കർമ്മണ അദ്വിജ യസ്ത്വം കൃഷ്ണേ ഗതേ ദൂരം തക കാണ്ഡീവതന്വന ശോചോശോച്ചാൻ രഹസി പ്രകരന്മതമർഹസി ത്വമ്മാമൃണാളതവളപ്പാതിർനൂനപദാചരം ഷരൂപേണ കിങ്കച്ചിൽ ദേവോന പരിഖേദയൻ നജാതു പൂരവേന്ദ്രാണാം ദോർദണ്ഡപരിരംഭിതേ ഭൂതരേന വദന്തി അസ്മിൻ വിനാ തേ പ്രാണിനാൻ ശുചാ മാ സൗരഭേയാനുശുചോ. സൗരഭേയൻ സുരഭിയുടെ പുത്രൻ, കാമധേനുവിൻ്റെ പുത്രനാണ് സൗരഭേയൻ. പശുക്കൾക്ക് പൊതുവേ പറയുന്ന പേരാണ് സൗരഭേയ. എന്താണ് നമുക്ക് ദുഃഖത്തിന് കാളകൾക്കും ചേർത്ത് പറയാം. മാ സൗരഭേയ അനുശുചോ തേ വൃഷ്ലാട്പയന്മാരുഹീതം ഭവത്രന്തേ കലാനാമേശാത്തരി എത്തരാട്രേ പ്രജാ സർവാ തസ്യന്തേ സാധുഭി. സാധുക്കൾ അസാധുക്കളാൽ ദ്രോഹിക്കപ്പെടുന്നു. സാധ്യസാധുഭി ത്രസ്യന്തേ സാധ്യ അസാധുഭി. അസാധുഭി സാധ്യ ത്രസ്യന്തേ. അസാധുക്കൾ ദുഷ്ടന്മാർ സാധുക്കളെ ദ്രോഹിക്കുന്നു. അതിവിടെ സമ്മതിക്കില്ല. തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായുർഭഗോ ഗതി ഏഷരാജ്ഞാം പരോധർമ്മോ ചാർത്താനാം ആർത്തി നിഗ്രഹ അത ഏനം വദിഷ്യാമി ഭൂതൃകമസത്തമംഗോ വൃച്ചത്തവപാദാന്തരഭയ ചതുഷ്പദാമാവോ വൻ സ്വാർഷരാഷ്ട്രൈരാജ്ഞാം കൃഷ്ണാനുവർത്തിനാം ആഖ്യാഹ്യുഷഭദ്രംഭ സാധൂനാമഗതാഗതാമാത്മവൈരൂപ്യ കർത്താരം പാർത്ഥാനാം കീർത്തിദൂഷണം ശനേനാകർത്തകയുഞ്ജൻ സർവദോസ്യ ച മദ്ഭയം സാധൂനാം ഭദ്രമേവ സ്യാത് അസാധുതമനേ കൃതേ. സാധുക്കൾക്ക് ഭദ്രം ഭവിക്കട്ടെ, അസാധുക്കളെ ഇല്ലായ്മ ഞാൻ ചെയ്യും. അനാകർത്തിക ഭൂതേഷു യാഗക്ക നിരങ്കുശാകർത്താത്മി ഭുജന്താട്ടാലമർത്തസ്യാഭിസാംഗതം രാജ്ഞോപി പരമോധർമ്മം സ്വധർമ്മത്താനുപാലനാൻ ശാസതോ അന്യാന്യദാശാത്തമനാവത്പദാനിക ധർമ്മ ഉവാസയ തത്വ പാണ്ഡവേയാനായുക്തമർത്ഥാഭയം ഭജായേഷാം ഗുണഗണേ കൃഷ്ണോ ദൗത്യാദോ ഭഗവാൻ കൃത ന വയം ക്ലേശബീജാനി യുധത്പുരുഷഭ പുരുഷം തം വിജാനീമോ വാക്യഭേദ വിമോഹിതാ കേതിർ വികൽപ്പവസനാം ആഹുരാത്മാനമാത്മനാ ദേവമന്യേ പരേ കർമ്മസ്വഭാവം അപരേ പ്രഭം അപ്രതൃക്യാത നിർദ്ദേശാനിധി കേശവിനിശ്ചയ അത്രാനുരൂപൻ രാജശ്ചയമനിശ്ചവനീശയാം സൂതവാസ ഏവം ധർമ്മേ പ്രവദതി സമ്രാട് ദിശസത്തമാസമാഹിതേന മനസാ വിഖേതപ്യചഷ്ടദൻ രാജോവാച ധർമ്മം പ്രവീക്ഷി ധർമ്മജ്ഞ ധർമ്മോസി വിഷരൂപതൃക്കേത് അധർമ്മകൃതസ്ഥാനം. ഏത് അധർമ്മകൃതാണ്? യഥധർമ്മകൃത. യഥധർമ്മകൃതാണ് കിട്ടില്ല. യഥധർമ്മകൃത യത് അധർമ്മകൃത. ഇത് അധർമ്മകൃത സ്ഥാനം സൂചകസ്യാഭിതവേൽ അഥവാ ദേവമായ നൂനങ്കതിരഗോചരാചേതസോവചസാഭീഭൂതാനാം ഇതി നിശ്ചയ തപശ്ചൗജന്തയാ സത്യം ഇതി പാദാകൃതേകൃത. തപശ്ചൗജന്തയാ സത്യം. ഇതാണ് 4 പാദങ്ങൾ ധർമ്മത്തിൻ്റെ. അതാണ് അവിടെ 3 വെട്ടിക്കളഞ്ഞു. സത്യം കുറച്ച് ബാക്കി വെച്ചു. അതാണ് ഒരു കാലുണ്ട്. തപശൗചന്തയാ സത്യം ഇതി പാദാ കൃതേകൃതാഹ ധർമാംശത്രയോ ഭഗ്ന. 3 വെട്ടി. സ്മയസംഗമതേ തവ ഇതാനീം ധർമ്മം ധർമ്മപാദസ്ഥേ സത്യം നിർവത്തയതാ തഞ്ചകിട്ടത്തധർമ്മോയം ആനൃതേനേദിന കലി യഞ്ചപൂർഭഗവത നാസിതോരുഭയാസതി ശ്രീമത്മിത്തപദന്യാതേത്രപദക്കൃതകൗതുക ശോചസ്യാശ്രുകലസാ ദുർഭഗൈവോച്ചിതാധുന അബ്രഹ്മണ്യാ നിർഭവ്യാജാരുദ്രാ ഭൂഷന്തി മാമിതി ഇനി ധർമ്മം മഹീഞ്ജൈവാദന്തയിത്താമകാരദാനുശാതമാർദ്ദേ ഖഡ്ഗം കലയെ അധർമ്മഗേതവേ തഞ്ചികാന്തം അഭിപ്രേത്യ വിഹായ നിർബലാക്ഷണം തത്പാദമൂലം ശിരസാതമകാത്മവിക്വലാപരിതം പാദയോർവീരകൃപയാദീനവസ്ഥലാശരണ്യോ നാവധീ ശ്ലോക്യ ആകചേതം വദന്തി വാരാജോവാച നദേ ഗുഡാകേശോദരാണാം ഭക്താഞ്ജലിർവേമത്തി കിഞ്ചിത് നവർത്തിതവ്യം ഭവതാകദന്തനക്ഷേത്രേ മദീയത്വം അധർമ്മബന്ധു. നീ അധർമ്മബന്ധുവാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ രാജ്യത്തുനിന്ന് പുറത്താക്കും. ത്വാം വർത്തമാനന്നരദേവദേഹേട്ടനുപ്രവൃത്തോയമധർമ്മഭൂക ലോപോ അതുതഞ്ചവരമനാരമങ്കോ ജേട്ടാചമായ കലകശ്ചദംബ നവർത്തിതവ്യം തത് അധർമ്മബന്ധു ധർമ്മേണ സത്യേന ച വർത്തിതവ്യേ ബ്രഹ്മാവർത്തേ തേജന്തി യജ്ഞൈ. ബ്രഹ്മാവർത്തം എന്ന് പറയപ്പെടുന്ന എൻ്റെ ഈ സാമ്രാജ്യത്തിൽ എൻ്റെ അധർമ്മ പ്രവൃത്തികൾ ഞാൻ അനുവദിക്കില്ല. ബ്രഹ്മാവർത്തേ എത്രേ ജന്തി യജ്ഞേശ്വരം യജ്ഞവിധാനയജ്ഞ
യത്പിൻഹരി ഭഗവാനിജ്യമാനായ യാമൂത്ത് യഥാംശം തനോതി. ഹരി ഇവിടെ യജിക്കപ്പെടുന്ന നാടാണ്. ഇവിടെ വിഷ്ണുപൂജ ചെയ്യുന്ന സ്ഥലത്ത് അധർമ്മം ഉണ്ടാവുകയെ നല്ല കാര്യമായി. കാമാനമോകാൻ ത്രിജംഗമാനാം അന്തർപ്പികരുവായുരുവേഷാത്മാ സുതവാച പരീക്ഷിദേവം ആദിഷ്ടത്തകലിൽ ജാതവേവദൂതമുദ്യതാസി മാഹി ദണ്ഡമാണിമിവോദ്യതം. പേട്ടിച്ച് കുറച്ച് കാൽക്കൽ വീണു. കലിരുവാച എത്ര ക്വചനമത്സ്യാമി സർവഭൗമതമാജ്ഞാലക്ഷേ തത്ര തത്രാപി ത്വാമത്തേഷു ചരാസനം. എവിടെയൊക്കെ പോയാലും അങ്ങ് വില്ലുടുത്ത് വരികയാണ്. എവിടെ ഞങ്ങളുടെ സാമ്രാജ്യം അല്ലാത്തത്. തന്മേ ധർമ്മപ്രദാം ശ്രേഷ്ഠത്താനം നിർദ്ദേട്ടുമരുകസി എത്രയോ നീതോഹസ്യാദിഷ്ടം തേന ജാതനൂതൗവാച അപ്യസ്ഥിതത്തഥാ തസ്മൈ താനാനി കലയരുതോ ദ്യൂതം പാനം ത്രിയ സൂന. ചൂതുകളി, മദ്യപാനം, വഴിവിട്ട സ്ത്രീസംഘം, അറവുശാല. സൂന എന്ന് പറഞ്ഞാൽ അറവുശാല. എത്ര അധർമ്മ ചതുർവിധ, ധർമ്മ ചതുർവിധയല്ല, എത്ര അധർമ്മ, അവിടെ അങ്ങനെ തന്നെ വായിക്കണം, അധർമ്മ ചതുർവിധ. പുനശ്ചയാജമാനായ ജാതരൂപമത പ്രഭു സ്വർണം അഞ്ചാമതായിട്ടും കൊടുത്തു. പുനശ്ചയാജമാനായ ജാതരൂപം എന്ന് പറഞ്ഞാൽ സ്വർണം, ജാതരൂപം അതാത് പ്രഭു അതാത് കൊടുത്തു. തതോ ആനൃതം മതങ്കാമൻ്റെ ജോ വൈരഞ്ജ പഞ്ചമൂനി പഞ്ചസ്ഥാനാനി അധർമ്മ പ്രഭവക്രിയ 5 ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുക. സ്വർണ്ണ അപകടമാണെന്നാണ്. ഔത്തരേണ ദത്താനി, ഔത്തരേൻ പരീക്ഷിത്ത് ന്യവസത്തന്നിദേശക്രിൽ അതേതാനി ന സേവേത, ഇതിനെ ഒരിക്കലും ആഗ്രഹിക്കരുത്. അതേതാനി ന സേവേത ബുഭൂഷു, ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ന സേവേത ബുഭൂഷു പുരുഷക്കൊതിൽ വിശേഷതോ ധർമ്മശീലോ രാജാലോകവതിർ ഗുരു. ഭരണാധികാരികൾ ഒട്ടും മദ്യത്തിലും മദിരാശിയിലും ആസക്തരാവരുത്. വിഷത്തെ നട്ടാൻ തീൻപാതാൻ തപസ് ശൗചന്തയാമിതി, തപസ് ശൗചന്തയ എന്നീ 3 കാലികളെ അവിടെ യോജിപ്പിച്ചു. പ്രതിസന്ധത ആശ്വാസമങ്ങിഞ്ചത്തമവർത്തൻ സയേഷേതർക്കത്യസനം ഭക്തിപൂജിതം പിതാമകേനോപന്യത്തൻ്റെ അജ്ഞാനിണ്യം ദിവക്ഷതാം. ധർമ്മോത്തർ മുതലായിട്ടവരൊക്കെ കാട്ടിലേക്ക് പോയ സമയത്തിങ്കൽ ഏതൊരു പരീക്ഷിത്താണോ രാജർഷിയായി രാജ്യം ഭരിച്ചത് അവിടെ നിങ്ങളിതാ സത്ര അനുഷ്ഠിക്കണു. നല്ല കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? രാജാവ് അവിടെ ഉള്ളതുകൊണ്ടാണ്. ശക്തനായിട്ട് അധർമ്മത്തെ അനുവദിക്കാതെ സധർമ്മത്തെ അനുസരിച്ചിട്ടും അനുവദിച്ചിട്ട് അവിടെ ഇരിക്കണോണ്ടാണ് കേട്ടോ. അവിടെ നമ്മളൊക്കെ രാജാവിനോട് കടപ്പെട്ടവരാണ്. ആർത്തേതിനാഥ രാജശിഷ്ക ഉരവേന്ദ്ര ശ്രീയോല്ലസൻ ഗജാഹ്വേ ഹസ്തിനപുരം ഗജാഹ്വേ മഹാഭാഗ ചക്രവർത്തി മൃഗച്ചവ തമ്പൂതാനുഭാവോയം അഭിമന്യുസുതോ നൃപ യസ്യ പാലയതക്ഷോണിയൂയം സത്രായ ദീക്ഷിത. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ കലിനിഗ്രഹോ നാമ സപ്തദശോധ്യായ. കലിനിഗ്രഹം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. കലിയെ ഒതുക്കുക. സപ്തദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.